ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക്കോളാസ്. ആർ പ്രോഗ്രാമിംഗിലെ ഡേറ്റ സ്ട്രക്ചേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോസിൽ ആറിലെ വെക്ടേഴ്സ്, ലിസ്റ്റ് ഈ രണ്ട് ഡേറ്റ സ്ട്രക്ചേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് ആർ പ്രോഗ്രാമിംഗിലെ മെട്രിക്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. A matrix is a two-dimensional data set with columns and rows. അതായത് മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു 2-dimensional ഡേറ്റ സ്ട്രക്ചർ ആണ്. അതിൽ കോളംസും റോസും ഉണ്ടാവും. നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ കോളംസ് ആൻഡ് റോസ് ആയിട്ടാണ് ഡേറ്റയെ നമ്മൾ സ്റ്റോർ ചെയ്യുക. സെയിം വേ ഒരു മെട്രിക്സിനകത്ത് കോളംസും റോസും ആയിട്ടാണ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. നമുക്കൊരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെയാണ് ഒരു മെട്രിക്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെട്രിക്സ് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം. ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന മെട്രിക്സിനെ എം എന്നുള്ള ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യാണ്. എം ഈക്വൽ ടു മെട്രിക്സ്. ദെൻ മെട്രിക്സ് ഫംഗ്ഷൻ അകത്തേക്ക് ഒരു വെക്ടറിനെ പാസ് ചെയ്യാം. നമുക്ക് മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ട വാല്യൂസിനെ വെച്ചിട്ടുള്ള ഒരു വെക്ടറിനെ പാസ് ചെയ്യാം. ഞാനിവിടെ ആ വെക്ടറിനകത്ത് ഒരു 6 നമ്പേഴ്സ് പാസ് ചെയ്യുകയാണ്. നമ്പേഴ്സ് മാത്രമേ കൊടുത്തുകൂടൂ എന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രിങ് യൂസ് ചെയ്തുകൊണ്ടും മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് എത്ര റോസ് വരണം, എത്ര കോളംസ് വരണം എന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഇതിനകത്തേക്ക് വരേണ്ട റോസിന്റെ എണ്ണം n റോ ഈക്വൽ ടു 2. ഞാനിവിടെ 2 റോസ് ആണ് ഈ മെട്രിക്സിൽ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ദെൻ n കോൾ ഇവിടെ 3 കൊടുക്കാം. n റോ n കോൾ ഈ രണ്ട് പാരാമീറ്ററിനകത്താണ് എത്ര റോസ് വരണം, എത്ര കോളംസ് വരണം എന്നുള്ളത് നമ്മൾ കൊടുക്കേണ്ടത്. ഇത് രണ്ടും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ഇതിന്റെ രണ്ടിന്റെയും പ്രോഡക്റ്റ് എന്നുള്ളത് ഈ ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ് ആയിരിക്കണം. ഇത്രയുമാണ് നമ്മുടെ കയ്യിലുള്ള വാല്യൂസ്. ഇപ്പൊ 2 റോ വരണമെങ്കിൽ 3 കോളം വന്നേ പറ്റൂ, കാരണം നമ്മുടെ കയ്യിൽ 6 വാല്യൂസ് ആണുള്ളത്. സോ അതിനനുസരിച്ചിട്ട് കോളത്തിന്റെയും റോസിന്റെയും വാല്യൂസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ മെട്രിക്സ് ക്രിയേറ്റ് ചെയ്തു. ഇനി ആ മെട്രിക്സിനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, സക്സസ്ഫുള്ളി നമ്മൾ മെട്രിക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 റോസും 3 കോളംസും ഉള്ള ഒരു മെട്രിക്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതിനകത്തെ ഓരോ ഐറ്റത്തിനെയും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐറ്റത്തിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി 2 കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. അത് ഏത് റോയിലെ ഐറ്റമാണ്, അത് ഏത് കോളത്തിലെ ഐറ്റമാണ്. അതായത് ഈ 2 ഇൻഫർമേഷൻസ് ഉണ്ട് എങ്കിൽ നമുക്ക് ഒരു ഐറ്റത്തിനെ ആക്സസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു 4 എന്നുള്ള ഐറ്റത്തിനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിന്റെ റോ 2 ആണ്, അതുപോലെ അതിന്റെ കോളവും 2 ആണ്. സോ റോ നമ്പർ 2 ആണ്, കോളം നമ്പർ 2 ആണ്. ഈ 2 ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ 4 എന്നുള്ള ഐറ്റത്തിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അനദർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5ന്റെ റോ നമ്പർ 1 ആണ്, അതുപോലെ കോളം നമ്പർ 3 ആണ്. ഇവിടെ റോ 1 കോളം 3 ഈ 2 ഇൻഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 5നെ ആക്സസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. സോ അടുത്തതായിട്ട് അതാണ് പറയുന്നത്, എങ്ങനെയാണ് ഒരു ലിസ്റ്റിനകത്ത് നിന്ന് ഒരു വാല്യൂവിനെ ആക്സസ് ചെയ്യുക. ഇവിടെ നമ്മുടെ എം ആണ് ലിസ്റ്റ്, എം then സ്ക്വയർ ബ്രാക്കറ്റ്. ഇതിനകത്ത് ഏത് പൊസിഷനിലുള്ള ഐറ്റമാണ് നമുക്ക് ആക്സസ് ചെയ്യേണ്ടത്. ഒന്നാമതായിട്ട് ഏത് റോയിലുള്ള ഐറ്റമാണ് നമുക്ക് ആക്സസ് ചെയ്യേണ്ടത്. ഞാൻ ഒന്നാമത്തെ റോയിലുള്ള ഐറ്റത്തിനെയാണ് ആക്സസ് ചെയ്യുന്നത്. then 1, ഏത് കോളത്തിലുള്ള ഐറ്റത്തിനെയാണ് ആക്സസ് ചെയ്യുന്നത്. മൂന്നാമത്തെ കോളത്തിലുള്ള ഐറ്റത്തിനെയാണ് ഞാൻ ആക്സസ് ചെയ്യുന്നത്. അതായത് എമ്മിനകത്ത് ഒന്നാമതായിട്ട് ഏത് റോയിലുള്ള ഐറ്റമാണ്, രണ്ടാമതായിട്ട് ഏത് കോളത്തിലുള്ള ഐറ്റമാണ്. ഈ 2 ഇൻഫർമേഷൻസ് കൊടുക്കുക. എന്നിട്ടൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്കിവിടെ 5 ആണ് കിട്ടിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് 5 വന്നത്? ഒന്നാമത്തെ റോയില് മൂന്നാമത്തെ കോളത്തിൽ കിടക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് അത് 5 ആണ്. സോ അതുകൊണ്ടാണ് നമുക്കിവിടെ 5 കിട്ടിയിട്ടുള്ളത്. ഇനി അനദർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് 2 ആണ് വേണ്ടതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ റോ നമ്പർ എത്രയാണ്? അത് 2 ആണ്. അതിന്റെ കോളം നമ്പർ എത്രയാണ്? 1 ആണ്.
സോ ഇവിടെ 2,1. അഗെയിൻ റൺ ചെയ്ത് നോക്കാം. യെസ്, 2 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ റോ നമ്പറും കോളം നമ്പറും കൊടുത്തുകൊണ്ട് നമുക്ക് ഐറ്റംസിനെ ആക്സസ് ചെയ്ത് എടുക്കാം. ഇനി അതല്ല, എനിക്കൊരു കംപ്ലീറ്റ് റോയിനെയാണ് ആക്സസ് ചെയ്യേണ്ടതെങ്കിൽ, സപ്പോസ് എനിക്ക് ഈ രണ്ടാമത്തെ റോയിനെയാണ് ആക്സസ് ചെയ്യേണ്ടതെങ്കിൽ, ഇതേപോലെ തന്നെ എമ്മിലെ രണ്ടാമത്തെ റോയിനെ ആക്സസ് ചെയ്യുന്നു. ആ സമയത്ത് നമ്മൾ കോളം നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല. മെട്രിക്സിന്റെ പേരും റോ നമ്പറും മാത്രം കൊടുത്താൽ മതി. കോളം നമ്പർ അവിടെ ബ്ലാങ്ക് ആയിട്ട് വിടുക, ഒഴിവാക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റോവിനെ നമുക്ക് ആക്സസ് ചെയ്തിട്ട് കിട്ടും. ഞാനിവിടെ 2ന് പകരം 1 കൊടുത്തതെങ്കിൽ എനിക്ക് ഈ ഒന്നാമത്തെ റോയിനെ ആയിരിക്കും ആക്സസ് ചെയ്ത് കിട്ടുന്നത്. അഗെയിൻ നമുക്കൊരു കോളത്തിനെയാണ് ആക്സസ് ചെയ്യേണ്ടതെങ്കിൽ ഇതുപോലെ തന്നെ എം കോമ, രണ്ടാമത്തെ കോളത്തിനെയാണ് ആക്സസ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ നമുക്ക് 2 എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കോളത്തിലെ വാല്യൂസിനെ ആക്സസ് ചെയ്തിട്ട് കിട്ടും. രണ്ടാമത്തെ കോളം ഇതായിരുന്നു, 3, 4 ആയിരുന്നു നമ്മുടെ രണ്ടാമത്തെ കോളം. അത് തന്നെയാണ് ഇവിടെ ആക്സസ് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. ഇനി ഒന്നാമത്തെ കോളമാണ് വേണ്ടതെങ്കിൽ എം, 1. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നാമത്തെ കോളത്തിലെ വാല്യൂസിനെ ആക്സസ് ചെയ്ത് കിട്ടും. അതായത് ഒന്നാമത്തെ നമ്പർ എപ്പോഴും റോ നമ്പറും രണ്ടാമത്തെ നമ്പർ എപ്പോഴും കോളം നമ്പറും ആയിരിക്കും. ഈ ഒരു രീതിയിൽ നമുക്കൊരു സിംഗിൾ ഐറ്റത്തിനെയോ അല്ലെങ്കിൽ ഒരു എൻറ്റയർ റോവിനെയോ കോളത്തിനെയോ ആക്സസ് ചെയ്തെടുക്കാം. ഇനി അതല്ല, നമുക്ക് മൾട്ടിപ്പിൾ റോസിനെ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കോളംസിനെ ആക്സസ് ചെയ്യണമെന്ന് വിചാരിക്കുക. നമ്മുടെ ഈ ഒരു മെട്രിക്സിനകത്ത് നിന്നും മൾട്ടിപ്പിൾ റോസിനെ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കോളംസിനെ ആക്സസ് ചെയ്യണമെന്ന് വിചാരിക്കുക. എനിക്കിതിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും റോവിനെ ആക്സസ് ചെയ്യണമെങ്കിൽ ഞാൻ എം, ദെൻ ഒന്നാമത്തെയും രണ്ടാമത്തെയും റോവിനെയാണ് ആക്സസ് ചെയ്യാൻ പോകുന്നത്. സോ സി 1, 2, ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെ കൊടുത്തിട്ട് റൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നാമത്തെയും രണ്ടാമത്തെയും റോവിനെ ആക്സസ് ചെയ്ത് കിട്ടും. ഇതിൽ 2 റോസ് മാത്രമേ ഉള്ളൂ. സോ ഒന്നാമത്തെയും രണ്ടാമത്തെയും റോവിനെ ആക്സസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ എൻറ്റയർ മെട്രിക്സ് തന്നെയാണ് കിട്ടുക. ഇനി അതല്ല, നമുക്ക് 2 കോളംസിനെയാണ് ആക്സസ് ചെയ്യുന്നതെങ്കിൽ, 2ഓ അതിൽ കൂടുതലോ കോളംസിനെയാണ് ആക്സസ് ചെയ്യുന്നതെങ്കിൽ അഗെയിൻ ഇതുപോലെ എം, സി, ഏതൊക്കെയാണോ നമുക്ക് വേണ്ട കോളംസ് ആ കോളത്തിന്റെ നമ്പേഴ്സ് കൊടുക്കുക. എനിക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെയും കോളത്തിനെയാണ് വേണ്ടത്. സോ ഞാൻ എം, സി 2, 3 എന്ന് കൊടുത്തിട്ട് റൺ ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് രണ്ടാമത്തെയും മൂന്നാമത്തെയും കോളംസ് ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, 3, 4, 5, 6 ആണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും കോളംസ്. അത് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. സോ ഇവിടെയും ഒന്നാമതായിട്ട് കൊടുക്കുന്നത് റോവിന്റെ നമ്പേഴ്സും രണ്ടാമതായിട്ട് കോളത്തിൻ്റെതുമാണ്. ഇവിടെ നമുക്ക് റോസിനെയാണ് ആക്സസ് ചെയ്യുന്നതെങ്കിൽ ആ വാല്യൂസ് കൊടുത്തതിന് ശേഷം കോമ ഇടുക. അതല്ല, കോളംസിനെയാണ് ആക്സസ് ചെയ്യേണ്ടതെങ്കിൽ കോമയ്ക്ക് ശേഷം ആ വാല്യൂസിനെ കൊടുക്കുക. ഈ ഒരു രീതിയിൽ നമുക്ക് ഒരു മെട്രിക്സിനകത്ത് നിന്നും ഒരു സിംഗിൾ വാല്യൂവിനെയോ അല്ലെങ്കിൽ ഒരു എൻറ്റയർ റോവിനെയോ കോളത്തിനെയോ അതുമല്ലെങ്കിൽ മൾട്ടിപ്പിൾ റോസിനെയോ കോളംസിനെയോ ആക്സസ് ചെയ്ത് എടുക്കാം. ഇനി എങ്ങനെയാണ് നമുക്ക് കോളംസ് അല്ലെങ്കിൽ റോസ് ആഡ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇപ്പൊ നമ്മുടെ മെട്രിക്സ് ഇരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിനകത്ത് 3 റോസും 2 റോസും 3 കോളംസും ഉണ്ട്. ഇതിനകത്തേക്ക് പുതിയൊരു കോളം എനിക്ക് ആഡ് ചെയ്യണമെങ്കിൽ സി ബൈൻഡ് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്കത് ചെയ്യാം. സി ബൈൻഡ് ഫംഗ്ഷന്റെ ഒന്നാമത്തെ ആർഗ്യുമെന്റ് ആയിട്ട് ഏത് മെട്രിക്സിലോട്ടാണ് നമ്മൾ കോളം ആഡ് ചെയ്യുന്നത് ആ മെട്രിക്സിന്റെ പേരും രണ്ടാമത്തെ ആർഗ്യുമെന്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന കോളവും കൊടുക്കുക. ഞാൻ ഇങ്ങനെ കൊടുത്ത് കിട്ടുന്ന റിസൾട്ടിനെ M1 എന്നുള്ള ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യാൻ പോവുകയാണ്. സോ M1ലേക്കാണ് ഞാൻ ഇതിനെ അസൈൻ ചെയ്യുന്നത്. സി ബൈൻഡ് M എന്നുള്ള മെട്രിക്സിലാണ് കോളം ആഡ് ചെയ്യുന്നത്. ദെൻ ആഡ് ചെയ്യുന്ന കോളം ഞാനിവിടെ 7, 8 എന്നുള്ള വാല്യൂസ് വെച്ചിട്ടുള്ള ഒരു കോളത്തിനെയാണ് ആഡ് ചെയ്യുന്നത്.
ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ ഒറിജിനൽ മെട്രിക്സിൽ 2 റോസ് ആണുള്ളത്. സോ അപ്പോൾ ഇവിടെയും നമ്മൾ ആഡ് ചെയ്യുന്ന ഈ ഒരു കോളത്തിലും 2 റോസ് തന്നെ വേണം. 7,8 എന്നുള്ള 2 വാല്യൂസ് ആണത്. ഇങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം ഞാൻ നമ്മുടെ റിസൾട്ട് ചെക്ക് ചെയ്യുകയാണ്. M1നെ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. യെസ്, ഇവിടെ ആ ഒരു കോളം ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ സി ബൈൻഡ് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു എൻറ്റയർ കോളത്തിനെ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആർ ബൈൻഡ് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു റോനെ നമ്മുടെ മെട്രിക്സിനകത്തോട്ട് ആഡ് ചെയ്യാം. ഞാനിവിടെ M2 എന്നുള്ള ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനകത്തേക്ക് ആർ ബൈൻഡ് ഫംഗ്ഷനെ കോൾ ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഏത് മെട്രിക്സിലോട്ടാണോ നമ്മുടെ റോനെ ആഡ് ചെയ്യുന്നത് ആ മെട്രിക്സിനെ കൊടുക്കുന്നു. ഞാനിവിടെ M എന്നുള്ള മെട്രിക്സിനകത്തേക്കാണ് റോനെ ആഡ് ചെയ്യുന്നത്. സോ M-നെ കൊടുത്തു. ഞാൻ ആഡ് ചെയ്യുന്ന റോ നമ്മുടെ ഒറിജിനൽ മെട്രിക്സിനകത്ത് നമ്മൾ 3 കോളംസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ആഡ് ചെയ്യുന്ന റോയിലും 3 കോളംസ് വേണം. 7, 8, 9 ഈ 3 വാല്യൂസ് ആണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. ആഡ് ചെയ്തതിന് ശേഷം M2നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, സക്സസ്ഫുള്ളി നമ്മുടെ റോ ഇവിടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഒറിജിനൽ മെട്രിക്സിനകത്ത് 2 റോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നമ്മുടെ ഫൈനൽ റിസൾട്ടിൽ 3 റോസ് ഉണ്ട്. നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്ത റോയും കൂടി ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മുടെ ഒറിജിനൽ മെട്രിക്സിനെ എഫക്ട് ചെയ്തിട്ടില്ല. സി ബൈൻഡ് ചെയ്യുമ്പോഴും ആർ ബൈൻഡ് ചെയ്യുമ്പോഴും നമ്മൾക്കൊരു പുതിയ മെട്രിക്സിനെ ക്രിയേറ്റ് ചെയ്ത് കിട്ടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഒറിജിനൽ മെട്രിക്സ്, അതായത് M എന്നുള്ള ഒറിജിനൽ മെട്രിക്സിനെ ഇതൊന്നും എഫക്ട് ചെയ്യുന്നില്ല. M-നെ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ഒറിജിനലി എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണുള്ളത്. സി ബൈൻഡ് അപ്ലൈ ചെയ്യുമ്പോഴും ആർ ബൈൻഡ് അപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് പുതിയൊരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്ത് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇവിടെ സി ബൈൻഡ് അപ്ലൈ ചെയ്ത് കിട്ടിയ മെട്രിക്സിനെ ഞാൻ M1ലും ആർ ബൈൻഡ് അപ്ലൈ ചെയ്ത് കിട്ടിയ മെട്രിക്സിനെ M2ലും സ്റ്റോർ ചെയ്തു. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒരു മെട്രിക്സിനകത്തേക്ക് റോസ് അല്ലെങ്കിൽ കോളംസിനെ ആഡ് ചെയ്യുക. ഇതേ സി ബൈൻഡ് അല്ലെങ്കിൽ ആർ ബൈൻഡ് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മെട്രിസസിനെ കമ്പൈൻ ചെയ്യിക്കാം, ജോയിൻ ചെയ്യിക്കാം. ഇവിടെ ഞാൻ നമ്മുടെ ഈ ഒരു മെട്രിക്സിന് M1 എന്നുള്ളൊരു പേര് കൊടുക്കുകയാണ്. രണ്ടാമതായിട്ടൊരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാണ്. സെവൻ, 8, 9, 10 ഇതിനകത്തേക്ക് 2 റോസും 2 കോളംസും ഉള്ള ഒരു മെട്രിക്സ് ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. 2 റോസും 2 കോളംസും ഉള്ള ഒരു മെട്രിക്സ്. അപ്പോൾ നമ്മുടെ M1 മെട്രിക്സ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് 3 റോസും 2 റോസും 3 കോളംസും ഉണ്ട്. അഗെയിൻ നമ്മുടെ M2 മെട്രിക്സ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് 2 റോസും 2 കോളംസും ഉണ്ട്. ഈ മെട്രിക്സിനെ, ഈ 2 മെട്രിക്സിനെ നമുക്ക് ജോയിൻ ചെയ്യിപ്പിക്കാം. നമ്മൾ സി ബൈൻഡ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഇതിനെ രണ്ടിനെയും ജോയിൻ ചെയ്യിപ്പിക്കുന്നതെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ മെട്രിക്സ് ഒന്നാമത്തെ മെട്രിക്സിന്റെ റൈറ്റ് സൈഡിൽ പോയിട്ട് ജോയിൻ ആവും. നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഞാൻ അങ്ങനെ കിട്ടുന്ന റിസൾട്ടിനെ M3 എന്നുള്ള ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യാണ്. M3 സി ബൈൻഡ് M1 ആൻഡ് M2. M1നെയും M2നെയുമാണ് സി ബൈൻഡ് ചെയ്യുന്നത്. അതിനുശേഷം M3നെ ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, ഇവിടെ നമ്മൾ സി ബൈൻഡ് ചെയ്തപ്പോൾ ഒന്നാമത്തെ മെട്രിക്സിന്റെ റൈറ്റ് സൈഡിൽ വന്നിട്ട് നമ്മുടെ ആ ഒരു രണ്ടാമത്തെ മെട്രിക്സ് ജോയിൻ ആയി. സോ സി ബൈൻഡ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് മെട്രിക്സിനെ ജോയിൻ ചെയ്യാൻ പറ്റുക. അപ്പൊ എങ്ങനെയായിരിക്കും ആർ ബൈൻഡ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുക? ഒന്നാമത്തെ മെട്രിക്സിന്റെ താഴെയായിരിക്കും രണ്ടാമത്തെ മെട്രിക്സ് ജോയിൻ ചെയ്തു വരാം. ആർ ബൈൻഡും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. ഞാനിവിടെ രണ്ടാമത്തെ മെട്രിക്സിനെ ചേഞ്ച് ചെയ്യുകയാണ്. രണ്ടാമത്തെ മെട്രിക്സിനെ ചേഞ്ച് ചെയ്തിട്ട് അതിൽ നമ്പർ ഓഫ് റോസ് 2 കൊടുക്കുകയാണ്.
അതുപോലെ നമ്പർ ഓഫ് കോളംസും 3 കൊടുക്കുകയാണ്. ഓക്കെ, ആർ ബൈൻഡ് ചെയ്യുന്ന സമയത്ത് നമ്പർ ഓഫ് കോളംസ് മാച്ച് ആയിരിക്കണം, അത്രേ ഉള്ളൂ. നമ്പർ ഓഫ് റോസ് മാച്ച് ആവണമെന്നില്ല. സി ബൈൻഡ് ചെയ്യുന്ന സമയത്ത് നമ്പർ ഓഫ് റോസ് മാച്ച് ആയിരിക്കണം, നമ്പർ ഓഫ് കോളംസ് മാച്ച് ആയിരിക്കണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ നമുക്ക് ജോയിൻ ചെയ്യിക്കാൻ പറ്റുള്ളൂ. ഞാനിവിടെ സി ബൈൻഡ് ചെയ്ത സമയത്ത് ഒന്നാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും മാച്ച് ആയിരിക്കണം. ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ആർ ബൈൻഡ് ആണ്. അപ്പോൾ ഒന്നാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും മാച്ച് ആയിരിക്കണം. ഓക്കെ, ഇനി ആർ ബൈൻഡ് ചെയ്യാം. ചെയ്ത് കിട്ടുന്ന റിസൾട്ടിനെ ഞാനിവിടെ M3 M4 എന്നുള്ള ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യുകയാണ്. M4 ആർ ബൈൻഡ് M1 ആൻഡ് M3. ഇനി M4നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, ഇവിടെ സക്സസ്ഫുള്ളി രണ്ട് മെട്രിക്സസ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്, അതായത് ജോയിൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഒന്നാമത്തെ മെട്രിക്സ് ആണിത്, ഈ 6 വരെയുള്ളതാണ് ഒന്നാമത്തെ മെട്രിക്സ്. രണ്ടാമത്തെ മെട്രിക്സ് ആണിത്. ഇതെങ്ങനെയാണ് ജോയിൻ ചെയ്ത് വന്നിട്ടുള്ളത്? ഒന്നിന്റെ താഴെ മറ്റോ, ആ ഒരു രീതിയിലാണ് ജോയിൻ ചെയ്ത് വന്നിട്ടുള്ളത്. ആർ ബൈൻഡ് ഫംഗ്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയാണ് ജോയിൻ ചെയ്ത് വരിക. ഇനി അതല്ല നമ്മൾ സി ബൈൻഡ് ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നേരെ റൈറ്റ് സൈഡിലാണ് ജോയിൻ ചെയ്തിട്ട് വരിക. അപ്പോൾ ആർ ബൈൻഡ്, സി ബൈൻഡ് ഈ രണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു മെട്രിക്സിനകത്തേക്ക് ഒരു സിംഗിൾ റോവിനെയോ സിംഗിൾ കോളത്തിനെയോ ആഡ് ചെയ്യാം. അതുകൂടാതെ രണ്ട് മെട്രിക്സസിനെ ജോയിൻ ചെയ്യിപ്പിക്കാനും ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ മെട്രിക്സിനകത്ത് നിന്നും എങ്ങനെ റോസിനെ അല്ലെങ്കിൽ കോളംസിനെ റിമൂവ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. നമുക്ക് നമ്മുടെ മെട്രിക്സിനകത്ത് നിന്നും ഏത് റോവിനെയാണോ അല്ലെങ്കിൽ ഏത് കോളത്തിനെയാണോ റിമൂവ് ചെയ്യേണ്ടത് അതിന്റെ നമ്പർ യൂസ് ചെയ്തുകൊണ്ട് നമുക്കത് ചെയ്യാം. ഞാനിവിടെ M1 എന്നുള്ള മെട്രിക്സിനകത്ത് നിന്നും ഒന്നാമത്തെ റോവിനെ റിമൂവ് ചെയ്യുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ -C, ദെൻ ഏത് റോവിനെയാണോ റിമൂവ് ചെയ്യുന്നത് ആ റോയുടെ നമ്പർ 1 ആണെങ്കിൽ 1, ഓക്കെ, ദെൻ കോമ. ഇങ്ങനെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ M1 എന്നുള്ള മെട്രിക്സിനകത്ത് നിന്നും ഒന്നാമത്തെ റോ റിമൂവ് ചെയ്തിട്ട് കിട്ടും. ഞാൻ ആ റിസൾട്ടിനെ M2 എന്നുള്ള ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യുകയാണ്. അതിനുശേഷം M2ന്റെ വാല്യൂ ചെക്ക് ചെയ്ത് നോക്കാം, കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. യെസ്, ഇവിടെ 246 എന്നുള്ള വാല്യൂ ആണ് വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ M1 മെട്രിക്സിനകത്ത് 2 റോസ് മാത്രമേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ M1നെയും ചെക്ക് ചെയ്ത് നോക്കാം. M1 മെട്രിക്സിനകത്ത് 2 റോസ് മാത്രമേ ഉള്ളൂ. ഇതിലെ ഒന്നാമത്തെ റോവിനെ ഞാൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് 246 ആണ്. ആ 246 ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ നമുക്കൊരു റോവിനെ റിമൂവ് ചെയ്യാം. ഇനി അതല്ല ഒരു കോളത്തിനെയാണ് റിമൂവ് ചെയ്യേണ്ടതെങ്കിൽ ഈ കോമയ്ക്ക് ശേഷം ഏത് കോളത്തിനെയാണോ റിമൂവ് ചെയ്യേണ്ടത് അത് കൊടുക്കുക. ഇവിടെ ഞാൻ M1 മെട്രിക്സിനകത്ത് നിന്നും രണ്ടാമത്തെ കോളത്തിനെ റിമൂവ് ചെയ്യാണ്, കോമ, ദെൻ ഏത് കോളത്തിനെയാണോ റിമൂവ് ചെയ്യുന്നത് അത്. ഇങ്ങനെ കിട്ടുന്ന റിസൾട്ടിനെ M3കകത്ത് സ്റ്റോർ ചെയ്യുന്നു. ദെൻ M3നെ ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, ഇതിനകത്ത് നിന്നും രണ്ടാമത്തെ കോളം റിമൂവ് ആയിട്ടുള്ള റിസൾട്ടാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. സോ ഈ ഒരു രീതിയിൽ ഒരു എൻറ്റയർ കോളത്തിനെയോ അല്ലെങ്കിൽ ഒരു എൻറ്റയർ റോവിനെയോ നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടി പറ്റും. ഇനി അതല്ല ഒരു റോവിനെയും കോളത്തിനെയും നമുക്ക് വേണമെങ്കിൽ ഒന്നിച്ച് റിമൂവ് ചെയ്യാം. ഞാനിവിടെ M1ലെ ഒന്നാമത്തെ റോവിനെയും രണ്ടാമത്തെ കോളത്തിനെയും ഒന്നിച്ച് റിമൂവ് ചെയ്യുന്നു. റിമൂവ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടിനെ M4 എന്നുള്ള ഒരു വേരിയബിളിനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം M4നെ ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, ഇവിടെ ഒന്നാമത്തെ റോവും റിമൂവ് ആയിട്ടുണ്ട്, രണ്ടാമത്തെ കോളവും റിമൂവ് ആയിട്ടുണ്ട്. ഇതായിരുന്നു നമ്മുടെ ഒറിജിനൽ മെട്രിക്സ്. ഇതിനകത്തെ ഒന്നാമത്തെ റോ എന്ന് പറയുമ്പോൾ 135 റിമൂവ് ആയി. അതുപോലെ രണ്ടാമത്തെ കോളം 34 എന്നുള്ള ഈ കോളവും റിമൂവ് ആയി. പിന്നെ ബാക്കിയുള്ളത് 2ഉം 6ഉം ആണ്.
ആ 2ഉം 6ഉം ആണ് നമുക്ക് ഇവിടെ ഔട്ട്പുട്ടിൽ വന്നിട്ടുള്ളത്. സോ ഈ ഒരു രീതിയിൽ നമുക്ക് മെട്രിക്സിനകത്ത് നിന്നും റോസിനെ അല്ലെങ്കിൽ കോളംസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി എങ്ങനെയാണ് നമ്മുടെ മെട്രിക്സിനകത്ത് ഒരു ഐറ്റം ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളത് നോക്കാം. അത് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. ഇൻ ഓപ്പറേറ്റർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. വെക്ടേഴ്സിന്റെ കേസിലും ലിസ്റ്റിന്റെ കേസിലും നമ്മൾ ഇൻ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇൻ ഓപ്പറേറ്റർ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ മെട്രിക്സിനകത്ത് ഒരു സ്പെസിഫിക് വാല്യൂ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. നമ്മുടെ ഈ ഒരു മെട്രിക്സിനകത്ത് 3 എന്നുള്ള വാല്യൂ ഉണ്ടോ എന്നാണ് ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത്. 3 then in m1 3 in m1 3 m1ൽ ഉണ്ടെങ്കിൽ നമുക്ക് ട്രൂ ആണ് റിസൾട്ട് ആയിട്ട് കിട്ടുക. 3 m1ൽ ഇല്ല എങ്കിൽ നമുക്ക് ഫോൾസ് ആണ് കിട്ടുക. ഞാൻ ഈ മെട്രിക്സിനകത്ത് ഇല്ലാത്തൊരു വാല്യൂനെ കൊടുക്കുന്നു, 10നെ കൊടുക്കുന്നു. എന്താണ് കിട്ടുക എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കിവിടെ ഫോൾസ് ആണ് വന്നിട്ടുള്ളത്. കാരണം 10 എന്നുള്ള വാല്യൂ m1നകത്ത് ഇല്ല. സോ ഫോൾസ് ആണ് നമുക്ക് കിട്ടുക. ഇങ്ങനെ ഇൻ ഓപ്പറേറ്റർ യൂസ് ചെയ്തുകൊണ്ട് ഒരു മെട്രിക്സിനകത്ത് ഒരു വാല്യൂ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് ഒരു മെട്രിക്സിന്റെ ഡയമെൻഷൻ എങ്ങനെ ഫൈൻഡ് ചെയ്യാം നോക്കാം. അതായത് എത്ര റോസ് ഉണ്ട്, എത്ര കോളംസ് ഉണ്ട് എന്നുള്ള ആ ഒരു കൗണ്ടിനെയാണ് ഇവിടെ ഡയമെൻഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്. അതെങ്ങനെ ഫൈൻഡ് ചെയ്യാം? ഇവിടെ നമ്മുടെ കയ്യിൽ m1 എന്നുള്ള ഒരു മെട്രിക്സ് ഉണ്ട്. DIM ഡയമെൻഷന്റെ ഷോർട്ടാണ്. ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു മെട്രിക്സിന്റെ ഡയമെൻഷൻ ഫൈൻഡ് ചെയ്യാം. ഞാനിവിടെ ഡയമെൻഷൻ ഓഫ് m1 കൊടുത്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 2 3 എന്നുള്ള ഒരു റിസൾട്ടാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. അതായത് m1ന് 2 റോസ് ഉണ്ട്, അതുപോലെ 3 കോളംസ് ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇതുപോലെ തന്നെ നമ്മുടെ മെട്രിക്സിനകത്ത് ടോട്ടലി എത്ര ഐറ്റംസ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാം. അതായത് ടോട്ടൽ ഐറ്റംസ് എന്ന് പറയുന്നത് റോസിന്റെയും കോളംസിന്റെയും പ്രോഡക്റ്റ് ആയിരിക്കും. ഇവിടെ 2 × 3 6 അതാണ് ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം. ലെങ്ത് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ മെട്രിക്സിനകത്ത് എത്ര കോളംസ് അല്ല എത്ര വാല്യൂസ് ഉണ്ട് എന്നുള്ളത് ഫൈൻഡ് ചെയ്യാം. യെസ്, ഇവിടെ 6 ആണ് വന്നിട്ടുള്ളത്. അതിനർത്ഥം നമ്മുടെ മെട്രിക്സിനകത്ത് ടോട്ടലി 6 വാല്യൂസ് ആണ് ഉള്ളത് എന്നാണ്. ഓക്കെ, നമ്മൾ ഇന്ന് ആർ പ്രോഗ്രാമിങ്ങിലെ മെട്രിക്സിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.